Hi, hello friends, welcome back to my YouTube channel, Flavors and Friends by Tanu. ഞങ്ങള് റൂമിൽ പോയി കുളിച്ച് റെഡിയായി. ഇപ്പതാ താഴെ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പൂൾ ഏരിയ ആണ് ഇത് റൂമിന്റെ. ഞാനിവിടെ കയറി വന്ന സമയത്ത് ഞാൻ ആദ്യം റൂമിലോട്ടാണെന്നും പറഞ്ഞ് അറിയാതെ പോയത് അങ്ങോട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഫ്രഷായി റെഡിയായി. എൻ്റെ കൂടെ മഞ്ജു ചേച്ചി ഉണ്ട്. തച്ചുവാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നേരെ പോയി നല്ല വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങള് പോകാൻ പോകുന്നത് ഒരു അണ്ടർ വേൾഡ് വാട്ടർ, ഒരു ഫിഷൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങളത് ബുക്ക് ചെയ്തത് മേക്ക് മൈ ട്രിപ്പിലായിരുന്നു. നമ്മൾ ഡയറക്റ്റ് എടുത്ത സമയത്ത് അതിന് കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു. മേക്ക് മൈ ട്രിപ്പിലാണ് നമ്മൾ പോകുന്ന സ്ഥലത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ കുറവ് റേറ്റ് ആയിരിക്കും കാണിക്കുന്നത്. നമ്മൾ എങ്ങനെയാ ഇപ്പൊ പോണേ? ഫുഡ് വെച്ചിട്ടല്ലേ പോണേ? നമുക്ക് പതുക്കെ നടന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന, ഇന്ത്യൻ ഫുഡ് എന്ന് പറയാൻ പറ്റൂല, കേരള ഫുഡ്, ചോറ്, മീൽസ്, ഇതൊക്കെ ഞാൻ കണ്ടായിരുന്നു. നമുക്കൊന്നും വേണ്ട. അപ്പൊ ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ അതൊന്ന് പോയി നോക്കണം. പിന്നെ കാണുന്നുണ്ടോ നമ്മുടെ അവിടുത്തെ നാട്ടിലെ പോലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു രാവിലെ. മഴയൊന്നും പ്രതീക്ഷയല്ല വന്നത്, പക്ഷെ മഴയുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നത് ജൂണിലായിരുന്നു. അപ്പോ അവിടുത്തെ വെതറും ഇവിടുത്തെ വെതറും ഒക്കെ ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഇത്തിരി ക്ലൈമറ്റ് ഒക്കെ ഒരേപോലെ ആയിരുന്നു എല്ലാരും പറഞ്ഞിരുന്നത്. അന്ന് ഫസ്റ്റ് ടൈം ആയിരുന്നല്ലോ, അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങള് മിണ്ടല്ലേ, ഞാൻ പറയണല്ലേ. അത് കഴിഞ്ഞപ്പോ ഞങ്ങള് കൊടയൊക്കെ കൊണ്ടാ വന്നത്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നും വന്നില്ല. ഞങ്ങൾക്ക് മഴ ഉണ്ടാകുമെന്ന് പോലും പ്രതീക്ഷയില്ല. മഞ്ഞുകാലം തുടങ്ങിയല്ലോ, പക്ഷെ മഴ പെയ്തു. അപ്പൊ ഞങ്ങൾ ഇതാ റെസ്റ്റോറൻറ്റിലോട്ട് പൊക്കോണ്ടിരിക്കുന്നതിനെ ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് എന്താ കഴിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പൊ ഉള്ളത് എന്തായിരുന്നു പേര്? ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ റെസ്റ്റോറന്റിലാണ്. ഞങ്ങള് ഇവിടെ വന്നു. ഓർഡർ ചെയ്തത് ബട്ടർ ചിക്കൻ ആയിരുന്നു ഓർഡർ ചെയ്തത്. നോർത്ത് ഈസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഇത് കഴിക്കാന്ന് വെച്ചു. കാരണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ എപ്പോഴും തായ് ഫുഡ് അല്ലെങ്കിൽ പല കൺട്രീസിൽ നിന്ന് കിട്ടുന്ന ഫുഡുകൾ ബൊഫെ ആയിരിക്കുമല്ലോ, അവിടെ നിന്ന് ഉണ്ടാകും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇത് പറയാം. ഞാൻ എടുത്തോളാട്ടാ, എനിക്കിത് മതിയോ എന്തോരം. അപ്പൊ ബാക്കിയുള്ളവരെ ഞാൻ കാണിച്ചു തരാം. ഫുഡ് കഴിച്ചിട്ട് ഇതാ വെളിയിൽ വന്നു. ഇനിയിപ്പോ ടാക്സിയോ ഗ്രാബോ എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ വേൾഡ് തീം പാർക്ക്, ഇവിടെയുള്ള പട്ടായയിലുള്ള ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ്. എന്ത് പറഞ്ഞാലും ഉണ്ട് ഹായ്. അപ്പൊ എന്തായാലും വണ്ടി വരണം. ഓക്കെ, ഞാൻ തന്നെ കയറാം. അപ്പൊ ഞങ്ങളിപ്പോൾ ഗ്രാബിൽ കയറി. ഞങ്ങളുടെ ഗ്രാബ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു സ്പോട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. ഹേ ഗായ്സ്, അങ്ങനെ ഗ്രാബും കാര്യങ്ങളൊക്കെ എടുത്ത് അവസാനം ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ വന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണ്ടർ വേൾഡ് വാട്ടർ തീം പാർക്ക് പട്ടായയിലുള്ള ഒരു വാട്ടർ തീം പാർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്രണ്ട് എൻട്രൻസിൽ ഇങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾ അവിടെ ഒരു കുഞ്ഞുവാവയൊക്കെ കണ്ടു. അതിനെയൊക്കെ കുറച്ച് നേരം കളിപ്പിച്ചൊക്കെ അവിടെ ഇരുന്നു. കാരണം അത് ഞങ്ങൾക്ക് എൻട്രൻസിലോട്ടുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ഞങ്ങൾ അവിടെ അങ്ങനെ മാനേജ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾക്ക് കളിക്കാനും, കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ അട്രാക്റ്റിംഗ് ഗെയിംസുകളൊക്കെ പുറത്ത് ഇവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ടോയ് ക്യാച്ച് ചെയ്യുന്നതും അങ്ങനെ ഒത്തിരിയുള്ള കുട്ടി ഗെയിംസുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ടൈം ഡിലേ ഒക്കെ വരുവാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ
നമ്മളതിന് എൻട്രി ചെയ്യുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് ടൈമൊക്കെ അവിടെ എൻട്രൻസ് ഏരിയയിൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കായികങ്ങളിലൊക്കെ നമുക്ക് ഏർപ്പെട്ട് നമ്മുടെ സമയം ചിലവഴിക്കാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ അവിടെ കുറച്ച് പോണ്ട് പോലെയൊക്കെ കുറച്ച് സംഭവമൊക്കെ ഫിഷിങ്ങിൻ്റെ കുറച്ച് സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ട് കടയിലെ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇവരെയൊക്കെ നമുക്ക് കാണാം, ഫോട്ടോസുകൾ എടുക്കാം, അതുപോലെ നമുക്ക് ഫീഡ് ചെയ്യാം, അവരെയൊക്കെ ഒന്ന് തൊട്ടൊക്കെ നോക്കാം. അതിനൊക്കെ ഉള്ള ഒരു സംഭവം അനുവാദമൊക്കെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ തൊടുന്നുണ്ട്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടിയൊക്കെയാണ് അതിനെയൊക്കെ തൊടുന്നത്. അപ്പോൾ അതാ ചേച്ചിയും എൻ്റെ കൂടെ ഉണ്ട്, ഇക്കൊക്കെ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ അതാ അച്ഛൻ അവിടെ ആ ഒരു സ്നേക്കിനെ കണ്ടപ്പോഴേക്കും അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരാഗ്രഹം. അങ്ങനെ അവളിതാ അതിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്, ഈ അഭിനയിക്കാനാണോ എന്ന് എനിക്കറിയില്ല. അവിടെ കുറച്ച് നേരം ഇരുന്ന് അതിൻ്റെ അടുത്ത് ബുക്ക് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അത് ഒറിജിനലാണോ റിയലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് റിയൽ തന്നെയാണ് കേട്ടോ. ആദ്യം നമ്മൾ വിചാരിച്ചത് അത് ഒരു അനക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് എങ്കിലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ആ ഒരു അണ്ടർവേൾഡ് വാട്ടർ തീം പാർക്കിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റ് നമുക്കൊരു വെള്ളത്തിൻ്റെ അടിയിൽ പോകുന്ന ഒരു ഫീലാണ് അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കിട്ടുന്നത്. കുഞ്ഞു മീൻ തൊട്ട് വലിയ ഫിഷ് വരെ അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാ മീനുകളും അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഇതുങ്ങളെയൊക്കെ കറക്റ്റ് ഈ ഡൈവിങ്ങിനൊക്കെ പോകുന്ന പോലെ നമുക്കതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെയുള്ളൊരു ഫീൽ തന്നെയാണ് നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമുക്ക് അടുത്ത് നിന്ന് ഒരുപാട് ക്ലോസ് ആയിട്ട് തന്നെ നിന്ന് നമുക്കതിനെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കണ്ടതും ഞാൻ കാണാത്തതുമായുള്ള പലതരത്തിലുള്ള മീനുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ കാണാത്ത ഫിഷുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ എല്ലാ ഫിഷുകൾ കാണാത്ത ഫിഷുകൾ മാത്രമല്ല കേട്ടോ, എല്ലാ മീനുകളെക്കുറിച്ചും ഒരു ഡിസ്ക്രിപ്ഷൻ അവർ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ടാകും. നമുക്കപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാം, കണ്ട് മനസ്സിലാക്കാം, കണ്ട് ആസ്വദിക്കാം. പിന്നെ എന്താ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ അവിടെ, ഒരുപാട് മീനുകളുണ്ട്. നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ എന്താണ് ഒരുപാട് സന്തോഷം അതിൻ്റെ ഉള്ളിൽ നടന്ന് നമ്മളിങ്ങനെ ഈ ഒരു കാഴ്ചകൾ കണ്ടങ്ങ് പോകാൻ നേരം. പിന്നെ ഈ ഒരു വാട്ടർ തീം പാർക്കിൽ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ ഫിഷിനെ മാത്രമല്ല കണ്ടത്, കുറേ കുഞ്ഞു പാമ്പുകളല്ല, വലിയ പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കടലിൻ്റെ അടിയിലുള്ള പാമ്പുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ പാമ്പുകൾ, കുറേ സ്നേക്സുകളെയും കണ്ടായിരുന്നു. ഭംഗിയുള്ള മീനുകളുണ്ട്, ഒരുപാട് നമുക്കതിൻ്റെ ഉള്ളിൽ നടന്ന് കാണാനുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറത്തെ കാഴ്ചയുണ്ട്. പിന്നെ ഞാനിതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് ഇവർ ഫീഡ് ചെയ്യാനായിട്ട് കയറും. അവരെ നോക്കുന്ന കുറച്ച് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഫീഡ് ചെയ്യാൻ കയറുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാൻ പറ്റും. നമ്മളുള്ള ടൈമിൽ തന്നെ ഇവർ ഫീഡ് ചെയ്യാം. പിന്നെ ഇവരെ നമുക്ക് അങ്ങനെ തൊടാനൊന്നും പറ്റത്തൊന്നുമില്ല. ഈ ഗ്ലാസ് കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പോലെ തന്നെ ഇതുങ്ങളെ കാണാൻ വരുന്ന എല്ലാവരുടെ കയ്യിലും ഫോണും ക്യാമറയും, കുറേ വ്ളോഗേഴ്സും വീഡിയോ എടുക്കലും തിരക്കും, അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ കാഴ്ചകളും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നത്.
ആ അതെ 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 ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അവർ ഫീഡ് ചെയ്യാനായിട്ടൊരു ലേഡി വരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ടില്ല. ഞാൻ വിചാരിച്ചു അവരെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുത ലോകം പോലെ തന്നെയാണ്. നമ്മൾ ആ ഒരു മനസ്സിലുള്ള സന്തോഷം കൊണ്ട് പല കാര്യങ്ങളും നമ്മളത് മറക്കും. കൂടെയുള്ളവരെ പോലും മറന്നു പോകും. അത്ര അടിപൊളിയാണ്. ഫീഡ് ചെയ്ത് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇവരെ ഈ ഒരു സംഭവമൊക്കെ കണ്ട് വരാൻ നേരത്ത് ഓരോ സ്പോട്ടിലും ഓരോ ഏരിയാസ് ഉണ്ടാകും. എക്സിറ്റ് ആവുന്ന സമയത്ത് കുഞ്ഞു ടോയ്സുകൾ, നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ടോയ്സുകൾ, പിന്നെ ഫിഷിൻ്റെ ഷേപ്പിലും സ്റ്റാർ ഫിഷ്, അങ്ങനെ മറ്റേ ഒക്ടോപ്പസ് അതിൻ്റെയൊക്കെ ഷേപ്പിലുള്ള കുറേ പെൻഡൻസ്, കീ ചെയിൻസ്, ബ്രേസ്ലെറ്റ്സുകൾ, കടലിൻ്റെ അടിയിൽ വരുന്ന പേൾസ്, മുത്തുകളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ടുള്ള കുറേ ഗിഫ്റ്റഡ് ഐറ്റംസുകളും അവർ നല്ല രീതിയിൽ അവർ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഗിഫ്റ്റ് ചെയ്യാനും മേടിച്ച് സൂക്ഷിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇതൊക്കെ നമുക്ക് മേടിച്ച് കീപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാവുന്നതാണ്. യെസ്, ആ പൊക്കോണ്ടിരിക്കുന്നതാണ് അരാപ്പൈമ എന്ന് പറഞ്ഞൊരു ഫിഷാണ് ആ പോകുന്നത്. നിങ്ങളാ കണ്ടത് തെരണ്ടി പോകുന്നത്. അതിൻ്റെ വായൊക്കെ നോക്ക്, എന്ത് രസമാണെന്ന് നോക്ക്. എന്തോ നമ്മുടെ അടുത്തൊക്കെ എന്തൊക്കെയോ സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ തിരക്കി പോകുന്നത് പോലെ അതുങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിച്ച് ഇങ്ങനെ പോകുന്നത്. ഇതാ ലേഡി സ്റ്റിൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അവരെ ഫീഡ് ചെയ്യാനായിട്ട്. അവർ ഫീഡ് ചെയ്യുന്നതും ആ മീനുകൾ പോകുന്ന അതേ ആ ഒരു വേവ് ലെങ്ത്തിലും ആ ഒരു സംഭവത്തിൽ തന്നെയാണ് ആ ലേഡിയും അവിടെ കിടന്ന് കറങ്ങുന്നതും പോകുന്നതൊക്കെ കണ്ടോ. അവർ കയ്യിൽ നമ്മളൊരു പരവതാനി എടുത്ത് വീശുന്നതല്ല, ടവലൊക്കെ എടുത്ത് ഇതാക്കുന്ന പോലെ തന്നെയാണ് അവർ ആ ഫിഷിനെയും ആ ഒരു തെരണ്ടീനെയൊക്കെ എടുത്ത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രത്യേക കഴിവാണത്. എന്തായാലും ഗൈസ്, മൊത്തത്തിൽ നമ്മുടെ ഈ പട്ടായയിലുള്ള അണ്ടർവേൾഡ് വാട്ടർ തീം പാർക്കിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമ്മൾ പട്ടായയിൽ വരുന്ന സമയത്ത് എന്തായാലും കുട്ടികളും ഫാമിലിക്കും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനും എല്ലാ ആൾക്കാർക്കും ഒരേപോലെ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയും വിസ്മയമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു അണ്ടർവേൾഡ് വാട്ടർ തീം പാർക്കിൽ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടെയാണ് ഈ ഒരു പാർക്ക്. ആരും മിസ് ഔട്ട് ചെയ്ത് കളയരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സ്നേക്സുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, മീനുകൾ മാത്രമല്ല, പിന്നെ ഈ ഏരിയയിൽ ഞാൻ നടന്നു പോകുന്ന സ്ഥലത്ത് ഇനിയും കുറച്ച് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് വേണം പറയാനായിട്ട്. അവിടെ കുറച്ച് കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അവിടുത്തെ പണികളൊക്കെ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ള പല വ്യത്യസ്ത രീതിയിലുള്ള സ്നേക്സുകളാണ് കേട്ടോ ഇതൊക്കെ. ഈ സൂവിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴൊക്കെയാണ് ഇങ്ങനെ പാമ്പിൻ്റെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നത്. ഇത് ആമയാണല്ലോ, ടോട്ടോയിസ് ആണിത്.
ഫൈനലി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾ അഗെയിൻ ഗ്രാബ് എടുത്ത് ഞങ്ങൾ റൂമിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ കറങ്ങാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തും അതുപോലെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഈ ഒരു വാട്ടർ തീം പാർക്കിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ ഈവനിങ് ഒക്കെ ആയി റൂമിലോട്ട് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും നെക്സ്റ്റ് പാർട്ടിൽ പുതിയൊരു ഡെസ്റ്റിനേഷൻ, നമ്മുടെ പട്ടായയിൽ തന്നെയുള്ള പുതിയൊരു സ്ഥലത്ത് പോയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലിൻ്റെ പേര് മറക്കണ്ട, ഫ്ലേവേഴ്സ് ആൻഡ് ഫ്രെയിംസ് ബൈ തനു. സോ ഗൈസ് സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.